ഹായ് ഗൈസ്, എ വെരി ഗുഡ് ഈവനിങ്. ഇന്ന് നമുക്ക് ചിക്കൻ പെരളൻ ഉണ്ടാക്കി നോക്കാം. അത് ഒട്ടുമേ വെള്ളം ചേർക്കാതെ ചിക്കന്റെ വെള്ളം മാത്രം ഇറങ്ങി വേകുന്ന രീതിയിലുള്ള ഒരു കറി. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ചിക്കൻ 1/2 കിലോ, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ തക്കാളി അരിഞ്ഞത്, പിന്നെ ഉള്ളി, ചെറിയ ഉള്ളി എടുക്കുകയാണ് ഒന്നുകൂടെ ടേസ്റ്റ് ആണ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള, അത് എത്രമാത്രം 3-4 സവാളയാണേലും ഉണ്ടെങ്കിൽ നല്ലതാണ്, ചെറുതായിട്ട് അരിഞ്ഞ്. കായം ഇച്ചിരി ചേർക്കണം, പിന്നെ കുരുമുളക് പൊടി, പിന്നെ മസാലപ്പൊടികൾ: ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, ജീരകം, കൊത്തമല്ലി. പിന്നെ ഞാൻ കുറച്ച് ചെറുതായിട്ട് നമ്മുടെ വയറിന് കേടാകാതിരിക്കാനായിട്ട് ഇച്ചിരി അയമോദകം, അജ്വൈൻ ചേർക്കും. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് നാരങ്ങ നീര്, പുതിനായും മല്ലിയിലയും കറിവേപ്പിലയും. പുതിനായുടെ ഇല എൻ്റെ ഇല്ല, അതുകൊണ്ട് ഞാൻ പുതിനായുടെ ഇലയുടെ പൊടിയാണ് ഇടുന്നത്. ഏറ്റവും അവസാനം കുറച്ച്, അതായത് ഇതിന്റെ ഫ്ലേവർ എൻഹാൻസ് ചെയ്ത് എടുത്ത് കാണിക്കാനായിട്ട് കുറച്ച് ഒരു നുള്ളു പഞ്ചസാര ചേർക്കും. ഇത്രയുമാണ് ചിക്കൻ പെരളനുള്ള ഇൻഗ്രീഡിയൻസ്. ചിക്കന് ആദ്യം വൃത്തിയായിട്ട് കഴുകി അതിനെ പുളിയില്ലാത്ത തൈര് 1-1.5 സ്പൂൺ മതിയായിരിക്കും. പുളിയില്ലാത്ത തൈരും ഉപ്പൂടെ ഇട്ട് ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അത് അങ്ങനെ വെച്ച ചിക്കനാണ്. ഇനി ഇങ്ങനെയുള്ള നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നോൺ സ്റ്റിക്ക് കടായി എടുക്കുക, നല്ല ചൂട് കട്ടിയുള്ള നോൺ സ്റ്റിക്ക് കടായി എടുക്കുക, നമുക്ക് കത്തിക്കാം. ഇതിനകത്ത് നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. കാരണം ഇതിനകത്ത് നമ്മൾ വെള്ളം ഒട്ടും ഒഴിക്കുന്നില്ല, അതുകൊണ്ട് ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് കടുകിടാം. നന്നായിട്ടൊന്ന് ചൂടാകണം. അതിന് നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ വലിയ ബർണറിലോട്ട് വെക്കാം. വലിയ ബർണറിലോട്ട് വെച്ചു, ചൂടാകട്ടെ. ചൂടായിട്ട് നമുക്ക് കടുക് ഒരു സ്പൂൺ ഇട്ടു. കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടാൻ തുടങ്ങി. അന്നേരം നമുക്ക് കുറച്ച് പെരിഞ്ചീരകം, ചിക്കൻ ആകുമ്പോൾ കുറച്ച് മുഴുവൻ പെരിഞ്ചീരകവും ഇച്ചിരി ജീരകവും കുറച്ച് കൊത്തമല്ലി എന്ന് പറയും, മല്ലിയുടെ സീഡ്, അതും ഇട്ടിട്ട് അതും ഒന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂക്കട്ടെ. മൂത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് കുറച്ച് കരിവേപ്പില ഇടാം. കറിവേപ്പിലയുടെ ഒരു അതിട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു ഇളക്കി. അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ഉള്ളിയും കൂടെ ചേർക്കാം. ഉള്ളിയും കൂടെ ഒന്ന് വഴന്നോട്ട്. ഉള്ളിയും കൂടെ ഇട്ടു. ഉള്ളി ഇച്ചിരി കൂടുതലെണ്ണം, കാരണം ഉള്ളി ഒന്ന് അതേ പെരണ്ടിരിക്കണം. ഇത് പെരളനായത്, അപ്പം ഉള്ളി പെരണ്ടിരിക്കണം. ഇതിൻ്റെ കൂടെ ഇച്ചിരി ഒരു ഉപ്പൂടെ ചേർക്കുമ്പോൾ പെട്ടെന്ന് അത് വഴന്നോളും. അപ്പോൾ ഒരു കുറച്ച്, ഓൾറെഡി നമ്മൾ അതിനകത്ത് ചിക്കനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചേ ഇടാവുള്ളൂ. ഉപ്പിട്ട് ഇതൊന്ന് വഴലട്ടെ കേട്ടോ. അന്നേരം നമ്മുടെ ഇതിൻ്റെ കൂടെ ഈ തക്കാളി അരിഞ്ഞതും കൂടെ അങ്ങ് ചേർക്കുക. ഞാൻ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തു. ഒന്ന് വഴന്നോട്ടെ. ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് പൊടികളൊക്കെ ചേർക്കാം. ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. ഒന്ന് നോക്കാതെ ചെറുതായിട്ടൊന്ന് വഴലൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴന്നു. ഇതിനകത്തോട്ട് നമുക്ക് പച്ചമുളക് 2 എണ്ണം ഇതിനകത്തോട്ട് ഇട്ടു. പിന്നെ ഈ തേങ്ങാക്കൊത്തൂടെ അതിനകത്ത് ചേർക്കുവാണ്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റണം. ഇതിനകത്ത് നമ്മൾ ഒട്ടുമേ വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ. വെള്ളം ഒട്ടും ഒഴിക്കാതെ ഇറച്ചിയുടെ തന്നെ വെള്ളം ഇറങ്ങി വേകുന്ന ഒരു തരം ഡിഷാണിത്. അതുപോലെ ക്യാപ്സിക്കം നമ്മൾ ലാസ്റ്റിലിട്ടാൽ മതി. പിന്നെ നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം നമ്മൾ കുറച്ച്, ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഒരു 2.5 സ്പൂൺ, ഓക്കെ. മല്ലിപ്പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, ഗരം മസാല ഒരു 1.5 സ്പൂൺ. അതിനകത്ത് ജാതിക്കായും ഒക്കെ പൊടിച്ചതാണ് ഞാൻ. പിന്നെ കുരുമുളക് ഇതിനകത്ത് ചേർക്കണം. കുരുമുളക് പൊടി 2 സ്പൂൺ ഇട്ടു. പിന്നെ കായപ്പൊടി. കായം നമ്മുടെ വയറിനും നല്ലതാണ്, രുചിയും കൂടും. കായം മീനിനകത്തും ഇറച്ചിക്കകത്തും ഇടുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മുടെ അയമോദകം ഒരു കുറച്ച് മതി, ഒരു 2 നുള്ള്. അയമോദകം കയ്യിലെടുത്തിട്ട് ഇങ്ങനെ തള്ള വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഇടുക. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റി നമ്മുടെ ചിക്കൻ ഇടുക. ചിക്കനകത്ത് ഞാൻ തൈരിനകത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ചിക്കന് ഇതിനകത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇതിനെ അങ്ങോട്ട് വഴറ്റുക. നല്ലതായിട്ടൊന്ന് വഴറ്റി ആ മസാലയെല്ലാം ഒന്ന് പിടിക്കട്ടെ. അന്നേരം കുറച്ച് ഉപ്പ് ഒരാവശ്യത്തിന് ഇടുക. പിന്നെ നമ്മുടെ പുതിനായുടെ പൊടിയാണ്. ഞാൻ പുതിന ഇല ഉണ്ടെങ്കിൽ പുതിന ഇല ഇട്ടാൽ മതി. എൻ്റെ ഇല ഇല്ലായിരുന്നു. നാരങ്ങ നീര്
ഒഴിച്ചു. പിന്നെ വേണ്ടത് നമ്മുടെ ഇലകളൊക്കെ ഇടുക. അതിന് മുമ്പ് ക്യാപ്സിക്കം കൂടെ അങ്ങ് ഇടുക. ക്യാപ്സിക്കം ഇടുക. പിന്നെ ഈ ഇലകളെ നമുക്ക് ഒന്ന് കണ്ടിച്ചിടാം. ഇതൊരു സിസർ കൊണ്ട്, ഒരു കത്രിക കൊണ്ട് അതിനെ നമുക്ക് ചെറുതായിട്ട് കണ്ടിച്ച് അങ്ങോട്ട് നുറുക്കി ഇടുക. അപ്പൊ ഈ 3 ഇല, പുതിനായില, മല്ലിയില, കറിവേപ്പില, ഈ 3 ഇലകളും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അത് നമ്മൾ കട്ട്ലറ്റ്സുകൾ ഉണ്ടാക്കുമ്പോഴും, ചിക്കൻ കറി, മുട്ടക്കറി, അങ്ങനെ ഗരം മസാല ചേർത്ത കറികൾ വെക്കുമ്പോഴും ഇത് ചേർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അവസാനം ഒരു പഞ്ചസാരയും കൂടെ ഇട്ടു അതിനെ ഈ പതുക്കെ ചെറുതീയിൽ ഇത് വേകണം. ചെറുതീയിൽ ഇതിരുന്ന് വേകണം. ഇതിനകത്ത് വെള്ളം ഒട്ടുമേ ചേർക്കരുത്. അവസാനം നമുക്ക് ഒരു വലിയ കരിയാപ്പിലയെ മുകളിൽ ഇട്ട് വെക്കാം. അപ്പം ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ ഒട്ടുമേ വെള്ളമില്ല. നോൺ സ്റ്റിക്ക് പാനാണ്, നോൺ സ്റ്റിക്ക് കടായിയാണ്. അതിനകത്ത് വെള്ളം ഒട്ടുമേ ചേർത്തിട്ടില്ല. നടുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കി നടുക്ക് പിടിക്കാതിരിക്കാനായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. കരിയാപ്പില അങ്ങോട്ട് വെച്ച് ഇതിനെ അടച്ചു വെച്ച് 15 മിനിറ്റ് അങ്ങനെ ഇരിക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ചെറുതീയിലിരുന്നോണ്ട്. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. അത് കഴിഞ്ഞിട്ട് അതിനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനെ ഒരു 15 മിനിറ്റ് വേകാൻ അനുവദിക്കും. അത് കഴിഞ്ഞിട്ട് അതിനെ ലിഡ് മാറ്റിയിട്ട് വെന്തോ ഇല്ലയോ എന്ന് നോക്കി നമുക്ക് അത് കഴിക്കാൻ പറ്റും. അപ്പം അത് ഇരുന്ന് വേകട്ടെ. ഞാൻ ഒരു ടിപ്പ് കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ വീട്ടില് രാമതുളസി ഇല, ബേസിൽ ലീഫ് ഉണ്ടെങ്കിൽ, ഇതാണ് ബേസിൽ ലീഫ്. ഇതും കൃഷ്ണ തുളസിയിലയും രാമതുളസി ഇലയും അതുപോലെ നമ്മുടെ ലെമൺ ഗ്രാസിന്റെ ഇല ഉണ്ടെങ്കിൽ അത് 3ഉം കൂടെ ഇതിനകത്ത് ഇടുന്നത് നല്ലതായിരിക്കും. അതുപോലെ ചിക്കൻ സ്റ്റൂവില് അത് ഇടുന്നത് പ്രത്യേക രുചിയാണ്. ഇപ്പൊ ഇതിനകത്ത് ഞാൻ ഈ ബേസിൽ ലീഫ്, രാമതുളസി ഇല ആണ് ഒരു ഇത്രയും ഇടുകയാണ്. ഈ രാമതുളസി ഇല ഞാൻ ഇതിനകത്ത് ഇട്ടു. ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. പ്രത്യേക ടേസ്റ്റ് വരും ആ രാമതുളസി ഇലയും കൃഷ്ണ തുളസി ഇലയും രാമതുളസി ഇലയും അതുപോലെ ലെമൺ ഗ്രാസിന്റെ ഇല ഉണ്ടെങ്കിൽ അതും ഇതിനകത്ത് ഇട്ടാല് പ്രത്യേക ടേസ്റ്റും ഗുണവുമാണ്. ഒരു 2 സെക്കൻഡ് ഒന്നൊന്ന് അടച്ചു വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തുറക്കാം. പിന്നെ ഓഫ് ചെയ്തിട്ട് മീനും ഇറച്ചിയും ഒക്കെ ഓഫ് ചെയ്ത് ഉടനെ തുറക്കരുത്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമേ അത് തുറന്ന് അത് നമുക്ക് കഴിക്കാൻ പരുവത്തിന് വിളമ്പാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് തുറക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു, തുറന്നു. ആവിയൊക്കെ പോകുന്നുണ്ട്. നമുക്കൊന്ന് വിളമ്പാം അല്ലേ, ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഒന്ന് ഒരു കഷ്ണം എടുത്തൊന്ന് വിളമ്പി നോക്കാം. അതിൻ്റെ കുറച്ച് ഗ്രേവിയും കൂടെ എടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പും പുളിയൊക്കെ ഉണ്ട്, മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ കുറച്ച് ഒരു 5 മിനിറ്റ് കൂടെ ഇരിക്കുവാണെങ്കിൽ ഒന്നുകൂടെ എല്ലാം ഒന്ന് ഇറങ്ങുമില്ല. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചപ്പാത്തിയുടെ കൂട്ടത്തിലോ ചോറിന്റെ കൂട്ടത്തിലോ പത്തിരിയുടെ കൂട്ടത്തിലോ പൊറോട്ടയുടെ കൂട്ടത്തിലോ ഒക്കെ നമുക്ക് ഇത് കഴിക്കാൻ പറ്റും. ബ്രെഡിന്റെ കൂട്ടത്തിലും നല്ലതാണ്. ഇതിന് ഒത്തിരി ഗ്രേവി ആയിട്ടില്ല, പെരണ്ടായിരിക്കുന്നത്. അതാണ് ഇതിന് പെരളൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് തേങ്ങാക്കൊത്തും ഞാൻ ഇട്ടിട്ടുണ്ട് ഒന്ന് കടിക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്.